അല്ലാ സർപ്രൈസ് ആയി പോയോ? സർപ്രൈസ് ആയോ? വെൽക്കം ടു എക്സാൻഡ് സിറ്റി. പോലീസ് എടുക്കട്ടെ പോണ്. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ബാക്കിലോട്ട് പോണേ. ഒരു ലോഡ് വണ്ടി ആ 100 CR കാറ് വരെ ഇവന്റെ ഉണ്ട്. ആണോ? നിനക്ക് നമ്മൾ ചോദിക്കുമ്പോ നിന്റെ കാശും ഇല്ല, ഒരു ഗതയും ഇല്ല. നിനക്ക് അല്ലാത്തപ്പോ നിന്റെ കാശും ഉണ്ട്. ആ എനിക്ക് ബൈക്ക് വേണം. എനിക്കൊരു ബൈക്ക് മറ്റേ 40 CR. ഇന്നലെ വരെ ചോദിച്ചപ്പോ നിന്റെ കാശില്ലായിരുന്നല്ലോ. എന്ത് വിഷയത്തിൽ നീ ഇൻവെസ്റ്റ് പണ്ണ? നേരത്തെ എടുത്തില്ലേ ഷിപ്പും അതും ഇതും, അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കിട്ടി. അറിയില്ലെന്ന് വിചാരിച്ചാ. എനിക്ക് ബൈക്ക് എനിക്ക് കാർ. പ്രീമിയം കാർ എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് പറയാം. അതിൽ ഏതൊക്കെ പ്രീമിയം കാർ ഉണ്ട്? ആ കാറ്റലോഗ് പാക്കല. ഇല്ല എനിക്ക് ആ ബൈക്ക് മതി. ആ എന്നാ എനിക്ക് ബൈക്ക്. ആ ബൈക്കും കാറും. എയർപോർട്ടിൽ ആരോ നിൽക്കുന്നത്. ഹലോ അല്ലാ ഹലോ ഹലോ കേട്ടൂടെ? അളിയാ മോനെ. നായിന്റെ മോനെ. നീ എവിടെ എന്താളിയാ സർപ്രൈസ് ആയി പോയോ? സർപ്രൈസ് ആയോ? നീ ഇതെവിടെ നിന്നേ? അളിയാ ഞാൻ വരാണ്ടിരിക്കോ? ഏത് എവിടെ ആയിരുന്നു ഇത്ര നാള്? അളിയ കേട്ട എയർപോർട്ടിൽ നിന്ന് വന്നിട്ടില്ലേ? ഞാൻ ഇപ്പൊ ഇറങ്ങിയേ ഉള്ളു. ഏത് എടാ നിന്റെ അപ്പന്റെ അപ്പായി. നിന്റെ എന്തൊരു ആര് മോനാ? കഴിവില്ലാത്തൊരു മോനുണ്ടായില്ലേ? ആ നീ നിനക്കില്ലല്ലോ ഇത്ര നാളെ. വേറെ കഴിവ് നീ ഇത്ര നാളെ നിനക്കൊരു പെണ്ണൂരില്ലല്ലോ അളിയാ. എനിക്കൊരു പെണ്ണെങ്കിലും ഉണ്ടളിയാ. എവിടെയായിരുന്നു? അളിയാ നിന്റെ കുറച്ച് പെട്ടി അടക്കുമായിരുന്നു. അളിയാ നീ ജോലിയായിരുന്നു. അളിയാ ഇതിപ്പം സംഭവം സ്ലോട്ടൊന്നും ഇല്ല. തിരിച്ച് അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കയറ്റി വിട്ടാ. അല്ല ഞാൻ പറഞ്ഞ ഒരു യൂസ്ലെസ് ഒരു പെല്ല അതിന്റെ തൊണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ പെണ്ണും ഇല്ല 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 അത് അണ്ണുന്റെ കാര്യത്തിനെ പറ്റി സംസാരിക്കില്ല. അണ്ണു ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നതാണ്. അപ്പൊ ആക്ക് എല്ലാരും ഇപ്പൊ തിരിച്ചു വരിക. നിങ്ങളപ്പോ ഒരു ഗ്യാങ് ആയി. നീ ഇനി മെന്നി എണ്ണം കൂടി വന്നാ മതി. നിങ്ങൾ എന്നാ ഒരു ഗ്യാങ് ആവും. സെപ്പറേറ്റ് ഗ്യാങ് ആക്കാം നിങ്ങളെ. ഗസ്റ്റ് റോൾ ആണോ? കുറച്ചാൾ കാണുമോ നീ ഇവിടെ? ചന്ദ്ര ഒരാള് മരിച്ചില്ലേ? മറ്റേ പൂച്ചയുള്ള ആള്. അത് മരിച്ച് പിത്തളജി മരിച്ച്. അല്ല പിത്തളജിക്ക് തിരിച്ചു വരവില്ല. തിരിച്ചു വന്നാലും ആളായിട്ട് കൂട്ടത്തില്ല. അത് മരിച്ചയാള്. അത് മരിച്ചാണ്, ശരിക്കും മരിച്ചാണ്. നമ്മൾ കൊന്നു കളഞ്ഞ ആളെ. നമ്മളെ വണ്ടി തമിഴായി നീ. എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്റെ കരിയറിലെ ഒരു റെഡ് മാർക്ക് അളിയാ. നിനക്ക് കാണാമോ ഇവിടെയൊക്കെ? കാണാളിയാ. നിക്ക് ഒരു മിനിറ്റേ. അളിയാ വെൽക്കം ടു എക്സാൻഡ് സിറ്റി. മുകളിലോട്ട് നോക്കിയോ. ഇവിടെ തന്നെ വെൽക്കം. അല്ല നിനക്ക് വേണമെങ്കിൽ www.toshoesusa.com അതില്
നിനക്ക് ഇപ്പം പെണ്ണൊന്നും ഇല്ലല്ലോ, അപ്പൊ നിനക്ക് വേണമെങ്കിൽ ലൈവ് ബ്ലാസ്റ്റിനുള്ള സൗകര്യം അതിനകത്തുണ്ടോ? അല്ലയാ എനിക്ക് ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്തിട്ട് പോരാ. ചന്ദ്രന് അതിന്റെ മറ്റേ തമിഴ്നാട് സെർവർ ഉണ്ട്, അതിൽ നിന്നാണ് എന്താ ഏടി ഗോഗു MRC ഗോഗു what the real of the real மொத்தம் மண்டி. அப்ப இது எத்தனை மாசம் மாசம் எப்படி ரீசார்ஜ் பண்றீங்க வண்டிக்கு? மாசம் மாசம் காசு இல்லடா, நீ காசு இருக்குடா, காசு இருக்கு, பணம் இருக்கு, பணம் பணம் பிரதாபம் இருக்கு அப்ப சிட்டில பணம் பிரதாபம் அதுதான்டா சந்திர போஸே இதுதான். കാശ് പണം കിട്ട് മണി മണി കാശ്. അളി ഇതാ ഞാൻ ഒരു ആലോചിക്കട്ടെ, നിങ്ങൾ രണ്ടും മലയാളി, പിന്നെ കൊച്ചങ്ങനെ തമിഴാളിയായത്. അളിയത് വലിയ കഥ, അളിയത് വലിയ കഥ അളി, അത് കൊറേ ഉണ്ട് പറയാനായിട്ട്. എന്താന്നറിയോ? ഇല്ല മലയാളം ഒന്ന് ലൈവ് ബ്ലാസ്റ്റ്. അല്ലെ ലൈ എന്ന് പറഞ്ഞ എന്താണ്? ലൈറ്റ് എന്ന് പറഞ്ഞാ കള്ള കള്ളം കള്ള ഇതൊക്കെയാണല്ലേ അങ്ങനെ അലീനൊക്കെ പങ്കില്ലപ്പം. ഓക്കെ അളിയ മുതുക്കിലെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല അളിയ. ദേ നിനക്ക് കാണാൻ പറ്റിയ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടാ? അത് ലെഫ്റ്റിൽ ഒരു ഷിപ്പ് കിടക്കുന്നുണ്ടാ? ഇതെന്തിരിത്? അത് ഞാൻ കൊണ്ടുപോയിട്ടാണ്. അളിയ പോലീസ് വണ്ടിക്ക് വിട്ടളിയാ. ഇപ്പൊ നമ്മൾ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഇതാണ്. ഇതേ പോലീസ് അന്വേഷിക്കാൻ വന്നേക്കണ അളിയ. അളി മിണ്ടാണ്ടിരിക്കണേ, ഞാൻ ഇപ്പൊ ഡീൽ ചെയ്ത് തരാം. ഒരു മിനിറ്റ്. ഈ ബോട്ട് താങ്കൾ ഓടിച്ചായിരുന്നോ? ഫോൺ നോക്ക് സാറേ, ഞാനാ കോൾ വിളിച്ച പോലീസ് സ്റ്റേഷൻ. ചന്ദ്രനല്ല, ഇതല്ല ചന്ദ്രൻ. അതാണ് സാറേ. ഈ ഷിപ്പ് ഓടിച്ചോണ്ട് ഈ മുച്ചിരിയാണെന്ന് കണ്ടവരുണ്ട്. ഇതെല്ലാരും ഒരു ടീമാ, അതാണ് ഒരു ടീം. അല്ല നീ എന്തിനാ ഇങ്ങനെ അള്ളാണെ ഈ അള്ളാണെ വിളിച്ച് പറയേണ്ട കാര്യം എന്തിനാണ്? കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിനക്ക് പിന്നെ വോയിസ് ഇല്ല. മാത്രല്ലേ കാണത്തുള്ളൂ. ആ നമ്മൾ ഇത്രയും പേര് കണ്ടതാ, നമ്മൾ ഇത്ര പേര് സാക്ഷിയാ നീ വണ്ടിന്ന് ഇറങ്ങി വരുന്നത്. പിന്നെ എന്താണ്? പോലീസ് എടുക്കട്ടെ ഫോണ്. ഞാൻ ഇപ്പൊ വിളിച്ചതിന്റെ തെരുവ് ചന്ദ്ര എന്നോട് കോൾ വിളിക്കാൻ വരുമ്പോ എന്റെ തലയിലിടും. ഹലോ സാറേ, ഹലോ എന്ത് സാറേ? സാറേ ഞാനാ വിളിച്ചേ നേരത്തെ ഷിപ്പ്. ദൈവം കൊണ്ട് ഇറക്കിയാ ഇട്ടതാ. ഒരേ മീശ രണ്ടുപേര്. പറയടാ, നീ പറയാൻ പറ്റൂര്. നീ ആദ്യമായിട്ട് നീ വെച്ച നീ പറയാൻ പറ്റൂര്. നിന്റെ മുട്ടാലും ഒട്ടും നിന്റെ മുടി വരാൻ പല പല ആൾക്കാരല്ലടാ. ഞാൻ യുണീക്കാണ് അളിയാ, ഞാൻ യുണീക്കാണ് അളിയാ. യുണീക്ക് പറഞ്ഞത് 100 പേര് വേറെ മേഞ്ഞല്ലി നീ ഉണ്ടായി അളിയാ. ഒണ്ണാൻ ഒള്ളി പീസാണ് അളിയാ, ഒണ്ണാൻ ഒള്ളി പീസ്. ചന്ദനെ പോലെയുള്ള പുഷ്പയുണ്ട്. അവരൊന്നും എക്സിസ്റ്റിംഗ് നിന്റെ ചുണ്ട്, നീ പണിക്കോയി നിന്റെ ചുണ്ടങ്ങ് വളർന്നല്ലോ. എക്സിസ്റ്റിംഗ് അല്ല ആരും. നിന്റെ താടിയെല്ലാം അങ്ങ് വളർന്നല്ലോ. നിന്റെ അളിയാ നിന്റെ പണിയാണല്ലോ നീ. ഇപ്പൊ ലേറ്റ് നൈറ്റ് മാത്രമേ വരാറുള്ളൂ ചന്ദ്രൻ. അളിയ നിന്റെ കുണ്ടി വലുതായില്ല, നിന്റെ കുണ്ടി വലുതായില്ല. പണിക്കോയി അതാ താടിയെല്ലാം വളർന്നു. പണിക്കോയേ. പക്ഷെ നിന്റെ ബാക്കാണല്ലോ അളിയ വലുതായത് നീ പോയിട്ട് വന്നപ്പോ. എന്തായിരുന്നു പരിപാടി? നമ്മള് കോംപ്രമൈസ് ചെയ്യുന്ന ആള്. നമുക്ക് കോംപ്രമൈസിൽ പോയാൽ നമുക്ക് ശരിയാ. കോംപ്രമൈസ് പോ. അതാണ് അല്ലേ ഞാൻ നിനക്ക് സിറ്റി വന്നാലോ നിനക്ക് ഇന്ന് നിനക്കൊരു സിറ്റുവേഷനിൽ ഇടപെടുന്ന ഒരു അവസരം ഉണ്ട്. അവൻ നമ്മുടെ ഗ്യാങ്ങുള്ള പയ്യനാണ്, ഭയങ്കര നാക്കാണ്. അവനാണ് ഈ ഷിപ്പ് ഓടിച്ചെന്നൊന്ന് വരുത്തി തീർത്താണെന്ന്. പോലീസ് ഉണ്ടാട്ടെ. കൊണ്ടോ പോലീസ് സ്റ്റേഷൻ കൊണ്ടോ? ആ നിന്നെ കൊണ്ടുപോ, നീ പറയണ്ട. അല്ല നീ ആര് ആൾക്കാരുടെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ നിൽക്കുമ്പോ ആൾക്കാരെ സാറേ എന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടോ? എല്ലാം പറഞ്ഞ എന്നെ കഫേ
കഫേ എടാ നിന്റെ കഫി കഫി അല്ല 50 രൂപ 50 രൂപ 50 ഒരു സാക്ഷി ഇല്ലടാ ഞാൻ തോന്നിയെന്നാ സാറേ, ഞാൻ 50 രൂപ 50 രൂപ വാറ്റുന്നവരുണ്ട്. ഇത് മാറ്റി പോ- അല്ലല്ലല്ല ഒന്നുമില്ല, ആരുമില്ല ഇനി. അല്ലല്ല ഞങ്ങള് ദൃക്സാക്ഷിയാണ് ഞങ്ങൾ ദൃക്സാക്ഷിയാണ് ഞങ്ങൾ വരാം അല്ലല്ല ഞങ്ങൾ വരാം കണ്ടോണ്ടിരുന്നേ സാറേ, ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരുന്നേ സാറേ. മഞ്ഞ ഉടുപ്പും കണ്ട് നീല സാറേ, കാവലാണ് കാക്കി, കാവലാണ് കാക്കി. നീല തലയുന്നുണ്ട്. കാരണം നീല തലയുണ്ട്. സാറേ, ഈ പൊതുശല്യായ മഞ്ഞേരെ പിടിച്ച് സാറേ 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 ഓടി ഓടി ഇല്ല, എന്തിനാ പഴയ കള്ളനായാലും ഇപ്പൊ പോലീസുകാർക്ക് ഡിമാൻഡ് ഉള്ളൂ. ഓടി ഓടി മാറിക്കാൻ എടാ, അവന് ഡിമാൻഡ് സ്വന്തമായിട്ട് പോയി വണ്ടി തുറന്ന കേറ ഒരു കള്ളനാണ് അവൻ പോയിട്ട് സ്വന്തം ഞാനാണെങ്കിൽ പട്ടേ പോലെ മറ്റേ DC ഒക്കെ എടുത്തോണ്ട് അവനങ്ങ് ആ വണ്ടി കത്തി അടിച്ചു വന്ന് വിട്ടാലോ അവന്റെ അതിന്റെ അതെ, ചന്ദ്രൻ മെത്ത് കാണിക്കും, വാ മെത്ത് വാ കാണിക്കും. വാ 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 സാറേ 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 ഭാരത് മാതാ കീ ജയ് വണ്ടി 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 ഇറങ്ങി 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 ഇപ്പോ അയ്യോ നീ വണ്ടി നീ വണ്ടി എന്നെ കേറ്റിട്ട് പെട്ടെന്ന് വണ്ടി വണ്ടി കേറ് കേറ് സാറേ ഇപ്പോ മുത്തിനെ കൊന്ന് എടാ എടാ ജൂടെ അവിടെ നിന്നിട്ട് പറ മറ്റേ ചന്ദ്രന്റെ മോനെ ആ ഷിപ്പോസ് ഇടിച്ചു വന്ന് അതുകൊണ്ടാണ് ചന്ദ്രനെ പകരം വീട്ടിയെന്ന് പറ പോലീസിനടുത്ത് പറ ഓ വെട്ടു തോന്നിപ്പോ ഭാരത് മാതാ കീ ചെയ്ത ഒരു വെടി ഡ്രസ് ആരാ വണ്ടി ചവിട്ടി ഇറങ്ങിയത് ജൂഡിനാണാ എവിടെയായിരുന്നു ഡ്രസ് ഷോപ്പ് എനിക്ക് ഇതൊന്ന് കാണാം. ആ അതന്നെ. നമുക്ക് സ്റ്റേഷനിൽ പോയി നോക്കാം ഒരു മിനിറ്റ് വണ്ടി അറിയാം നടന്നല്ലോ സേവ് ചെയ്യാം, സേവ് ചെയ്യാം. വേണ്ട, വേണ്ട. ഇല്ല, please. ഇതാ, please. നിന്നെ കണ്ടറിയോ എന്നെ ഞാൻ എന്നെ ഇറക്കി വിട്ടെന്ന് പറയാം, പിടിച്ചു മാറ്റി. എടാ പിടി വാ ചൂടെ. അടച്ചിട്ടേക്ക് ആ ഇല്ല തുറന്നു. ഇവിടെ ഇരുന്ന് ആരെയും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇതേത് സ്ഥലം? സെല്ല് താഴെയാ സെല്ല്. താഴോട്ട് എങ്ങനെ പോവും? ഇത് താഴോട്ട് എങ്ങനെയാടാ പോകുന്നറിയാവോ ചൂടെ? ലിഫ്റ്റ് ഇവിടെ ലിഫ്റ്റ് വഴി പോകാൻ പറ്റൂല, അടിയിൽ തുറക്കാൻ പറ്റൂ. ചന്ദ്ര എവിടെ കേസായിട്ടാ? അമ്പത്തൂർ ഇങ്ങനെ പറയാ ചന്ദ്രനെ മോനെ കൊന്നു പറഞ്ഞാൽ ഇതിന്റെ പകരം വിട്ടിന്ന് പറഞ്ഞാൽ ഇല്ല താഴോട്ട് പോവുക. താഴെ പാർക്കിംഗ് അവിടെ സെല്ല്. എവിടെയോ ഇതിന്റെ അകത്ത് സേവ് ആയിട്ടാണല്ലോ സെല്ലിൽ പോകുന്ന ഇവര്. ഇല്ല വണ്ടി ഉണ്ട്. അതേ വണ്ടി കുരുപോട്ട് വണ്ടി. എല്ലാം ലോക്ക. എങ്ങനെ പുറത്തുണ്ടോ? വണ്ടി എടുക്കാൻ പറ്റില്ല.
വലിയ കേസാവും പിന്നെ വലിയ പ്രശ്നം. ഇപ്പൊ ഇതിന്റെ അകത്ത് കാണും വന്ന വഴി തിരിച്ചു പോകുമ്പോ അടങ്ങ അപ്ഡേറ്റ് വാച്ചണ്ണൻ ഇപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് ഊമ്പാന്ന് എടുത്തിട്ട് പോയി. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. എനിക്ക് വയ്യാത്തത് ഒരു പെണ്ണ് പോയി കണ്ണി കണ്ട് ഊമ്മാര് സംസാരിക്കില്ലെന്ന് പറയുമ്പോ വാച്ചണ്ണി ഇടിച്ചോണ്ടിരിക്കുന്നു അവിടെ. ഇത് അൺലോക്ക് ആയിരുന്നല്ലോ ഇപ്പൊ. ഇത് അൺലോക്ക് ആയിരുന്നു. അവളാര് അവളെ അടിച്ചു കൊല്ലണല്ല വാറ്റിനെ പറഞ്ഞവളെ അവളെവിടെ ആരവള് അമ്പത്തൂര് ആരവള് അയ്യോ അന്നാണ് ഓഫീസർ പുറത്ത് പാർക്ക് ചെയ്യേണ്ട പീഡിയുടെ ഗാരേജിലേക്ക് വരെ സാറേ അമ്പത്തൂരിനെ വിളിപ്പിച്ചു സാറേ. നമ്മളവിടെ സ്റ്റേറ്റ്മെന്റ് വരാൻ വേണ്ടിട്ട് പോലീസിന്റെ അടുത്ത് പറ ചന്ദ്രൻ വെടിച്ചു വന്നത് മറ്റേ കൊച്ചിന്റെ കേസാണെന്ന് പറ കപ്പൽ ചിടിച്ചു വന്നതന്നെ സാറേ അവിടെ വെച്ച് മുച്ചിരിയുടെ ആരാ നിങ്ങൾ മുച്ചിരിയുടെ ആരാ സാറേ നമ്മളാരുമല്ലോ സാറേ പക്ഷേ ഇല്ലേ സാറേ അവിടെ വെച്ച് ഒരാളെ കൊന്നില്ലേ സാറേ അത് ചന്ദ്രന്റെ മോനെ കൊന്നായിരുന്നു ബോട്ട് വെച്ച് കേറ്റിട്ട് ഈ പറയുന്ന മുച്ചിരി അതുകൊണ്ടാണ് ചന്ദ്രനെ കൊന്നത്. ഞങ്ങൾ എൻക്വയറി ചെയ്യട്ടെ എന്നിട്ട് അറിയിക്കാം. ഇത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെ പേര് പറഞ്ഞേ. സാറേ സാവേജ് പിന്നെ ജൂഡ്. ഓക്കെ നിങ്ങളെ ഫേസ് ഒന്ന് റിവീൽ ചെയ്തേ. ഓക്കെ സാറേ സാറേ ഓക്കെ സാറേ നമ്മളൊന്ന് പോട്ടെ സാറേ. ഈ മുച്ചിരി ഇപ്പൊ എന്ത് ചെയ്യുന്നു? സെല്ലിലാണോ? എന്റെ കൂടെ എന്റെ കൂടെ പോരെ. കാണാൻ പറ്റും. ഇല്ല ഇല്ല സാറേ ഞങ്ങൾ ഇന്ററോഗേറ്റ് ചെയ്യട്ടെ. ഇല്ല സാർ ജസ്റ്റ് ഒന്ന് കണ്ടാ മതി സാറേ. ഞങ്ങൾ അറിയിക്കാം അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് ആയിട്ട് ജസ്റ്റ് എന്താ നമ്മള് സംസാരിക്കണ്ട ജസ്റ്റ് ഒന്ന് കാണാം. സാറേ താഴെ സെല്ലുണ്ട് ആള്. സെല്ലിന്റെ അവിടെയുള്ള ഇന്ററോഗേഷൻ റൂമിൽ എത്തിയിട്ടുണ്ട്. ആൾക്ക് വെള്ളം ഇതെല്ലാം കാര്യങ്ങളും റെഡിയാണ് അവിടെ. സാറ് ചെന്നിട്ട് ഇത് കൊടുത്താൽ CPR കാര്യങ്ങളും കൊടുത്താൽ സാർ ഒന്ന് കണ്ട ഐ കോപ്പി എവിടെ ഓക്കെ സാറേ. നിങ്ങളല്ല സാവേജും ചൂടും പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ വന്നൊന്നില്ല സാറേ. നമ്മ വരാം സാറേ, കുഴപ്പമില്ല കാണാം. സാറേ ഞങ്ങളുടെ പ്രോട്ടോകോൾ ഉണ്ട് സാറ് മനസ്സിലാക്കുക. ഞങ്ങളുടെ പ്രോട്ടോകോൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വക്കേറ്റിന്റെ ആണെന്നെ വരാം. അഡ്വക്കേറ്റ് ലൈസൻസ് ഉള്ള ഇതല്ല സാറേ. ഞങ്ങളുടെ നിയമം അങ്ങനെയാണ്. ഞങ്ങൾ നിയമം വെച്ച് ചെയ്യേണ്ട ആൾക്കാരല്ലേ. ഞങ്ങൾ അത് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അവന് നമ്മളെ കാണണ്ടേ? നമ്മള് കണ്ടാ മതി. കണ്ടോട്ടെ സാറേ. സാറേ വയസ്സായ ആളാ. ഒരു ഓഫീസർ മേലോട്ട് വന്നേ. ഒരു ഓഫീസർ മേലോട്ട് വന്നേ. പ്രായമൊക്കെ ഉള്ള ആളാ സാറേ നമ്മളെ കൂടെ. അപ്പൂപ്പനാണേ മുച്ചിരി. അതെ അതെ. എന്തായാലും ഞങ്ങൾ സംസാരിക്കാൻ വരാം. നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തു. ഓക്കെ സാർ. ഓക്കെ എന്തായാലും ഈ എക്സാമിന് വരും. EMSന്റെ അനുയായി എന്ന് പറഞ്ഞ പോയാ മതിയായിരുന്നു കേട്ടോ. ഇല്ല പിടിച്ചകത്തിട്ട് നമ്മളെ എന്താ എന്താ പിന്നെ എന്താ എന്താ ഒരു പീടി സാറേ. ഈ പിടിച്ചിരിക്കുന്ന മുച്ചിരിയുടെ അനിയൻ വരും. നമുക്കൊന്ന് കാണാൻ പറ്റുമായിരുന്നു സാറേ. ഇപ്പൊ കാണാൻ പറ്റും ആളോട് നമുക്ക് സാറേ സംസാരിക്കണ്ട സാർ. ഒന്ന് കണ്ടാ മതി. ഓക്കെ ആയിരിക്കണം ഒന്ന് കണ്ടാ. അധികം പ്രായമൊന്നും ഇല്ലാത്തൊരു ഇതാണ് സാറേ. നമുക്കപ്പോ കാല് വയ്യ സാറേ. വയസ്സായ ആളാണ് സാറേ. സാറേ അധികം വെയിറ്റ് ചെയ്യാൻ വയ്യ സാറേ.
സാറേ പ്രായത്തിനനുസരിച്ചുള്ള കൺസിഡർ ഉണ്ട് സാറേ. സാറേ മുച്ചിരി ഒന്ന് കണ്ടാ മതി സാറേ. മുച്ചിരി എന്ന് പറയുന്ന ഒരു കൊലക്കാരനെ ഇവിടെ പിടിച്ചോണ്ട് വന്നില്ലേ സാറേ? ചെക്ക് ചെയ്തിട്ട് ഞാൻ വന്നേ ഉള്ളൂ. സംസാരിക്കട്ടെ എന്താ അപ്ഡേറ്റ് എന്താ അമ്പത്തൂര് അപ്ഡേറ്റ് എടാ ഞാൻ ഗണ്ണൊന്ന് വണ്ടിയിൽ വെച്ചിട്ട് വരുന്നേ. ഒരു സെക്കൻഡ് പോരാ. ചന്ദ്രൻ എന്തായി പോലീസ് കേസ്? വാറ്റണ്ണ ഇറങ്ങി കേട്ടാ ആ പെണ്ണങ്ങനെ പറഞ്ഞത് കേട്ട്. ഉള്ള 2 പീടി താഴെ പോയി സംസാരിക്കാൻ പോയെന്ന് തോന്നുന്നു. നമുക്ക് ഇപ്പൊ വരും. ഒരു മൈനസ് വന്നു പാപ്പാ നമ്മളെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഓക്കെ. ചന്ദ്ര എവിടെ? ചന്ദ്ര പോലീസ് എന്തായി? പോലീസിനെ കാണാൻ പോവാ. ഇവിടെ ഉണ്ടാവും. പീടി ഇതിന്റെ അകത്ത് എന്ത് ചെയ്ത്? ഇതാണ് റൂം. ഇതൊന്ന് അൺലോക്ക് ആയി കിട്ടിയിരുന്നെങ്കിൽ ഇതാ സെല്ല്. ഇതൊന്ന് അൺലോക്ക് ആയിരുന്നെങ്കിൽ ക്യാമറ മോഡ് ഇട്ടോക്കാം. സാറേ ഇതൊന്ന് അൺലോക്ക് ആക്കോ സാറേ. നമ്മള് സാറ് വിട്ടു. പുറത്തില് സാറ് വരുമ്പോ തന്നെ അകത്തോട്ട് വന്നപ്പോ ശോഭ എന്താ? ഇല്ല അപ്പൊ അകത്ത് എങ്ങോട്ടാ പോയെ? മുച്ചിരി അപ്പൊ അവിടെ കാണും. ഈ ഡോറിന് ഇങ്ങോട്ട് ഓടി. പോലീസ് എവിടെ ചന്ദ്ര? പെട്ടുകേട്ടോ. എടാ എവിടെ നിൽക്കുന്നതാ ജൂടെ? ചെക്കനെ പറ. ഇട്ടിട്ട് പോയേക്കുക. പെണ്ണേതാ അവനെ പറഞ്ഞ വാറ്റിനെ? അമ്പത്തൂര് നീ കാര്യമായിട്ട് പറഞ്ഞാണാ? കാര്യമായിട്ടാണോ പറഞ്ഞ അവള്? അതെന്തൊരു വർത്താനം? അവളാര്? ചിരിക്കാതെ പറടാ അവളാരെന്ന്. ശരിക്കും തമാശക്ക് അവളെ കളിയാക്കിയത്. പക്ഷെ വാറ്റണ്ണ സംസാരിച്ചു. വേറെ ആരും പറഞ്ഞ വാറ്റണ്ണ ഇരിക്കൊണ്ടിരിക്കുന്ന അവിടെ. ക്യാമറ മോഡിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. തമാശ പറഞ്ഞാണോ? അകത്താണല്ലോ. എന്നിട്ട് നാട്ടുകളെ ചോദിച്ചു എന്നെ അറിയാം. എന്നെ ആരും പറഞ്ഞില്ല. എന്തൊരു അപ്ഡേറ്റ് ആയി പേടിക്കല്ലേ. നിങ്ങളെന്താ ഇവിടെ?
സാറേ ഞങ്ങള് നിങ്ങൾ മൂന്നുപേരും എന്താ ഇവിടെ? സാറേ ഞങ്ങള് നിങ്ങളുടെ അടുത്ത് കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാം, നിങ്ങൾ മേളിലെ വെയിറ്റ് ചെയ്യുന്നതാണ്. പ്രോട്ടോകോളും കാര്യങ്ങളും നിങ്ങൾക്ക് ബാധകമല്ലാന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞല്ലേ. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാം, ഞാൻ താഴെ പോയിട്ട് ആളുടെ അടുത്ത് സംസാരിക്കട്ടെ. ഒരു പീഡി ഇവിടെ എങ്ങനെ വഴി അറിയാതെ എങ്ങനെ ഒരു പീഡി വരുന്ന കണ്ടു സാറേ, അങ്ങനെ വന്ന ലിഫ്റ്റ് ലെഫ്റ്റ് സൈഡ് ലിഫ്റ്റില്ല സാറേ അതുവഴി. സാറേ ഇവിടെ താഴെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വെക്കുന്ന കസ്റ്റഡിയിലുള്ള ആൾക്കാരുണ്ട്. അവര് പ്രിസൺ എസ്കേപ്പ് ആന്ന് പറഞ്ഞിട്ട് പുറത്തു വന്ന് ഞങ്ങൾ എൻകൗണ്ടർ ചെയ്യും. നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ പോഞ്ഞാട്ടേക്കെന്തിനാ? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? ഉണ്ട് സാറേ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ വരാന്ന്. അതിനുള്ള സാവകാശം പോലും നിങ്ങൾ സാറേ ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൃത്യമായിട്ട് അവിടെ ഇരിക്കാനുള്ള സ്ഥലത്ത് ഇരുത്തി ഞാൻ വരാൻ പറഞ്ഞു. ആരുമില്ല സാറേ അവിടെ ഒരു പി ഡി ഓഫീസർ പോലും. നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നിന്നാ മതി. ഇങ്ങോട്ട് താഴത്തോട്ട് വരാം സാറേ. ഏത് സാറാ പറഞ്ഞേ? ഏത് ഓഫീസർ ഏത് സാറാ പറഞ്ഞേ? യൂണിഫോം ഏതെങ്കിലും പറ. ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ സാറേ. മുച്ചിരി ഇവിടെ കേട്ടാ നമ്മുടെ യൂണിറ്റ് സാറേ മുച്ചിരി ഉണ്ടോ സാറേ ഇവിടെ? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങള് ഗ്രാൻഡ് പാരന്റോ ആരായിക്കട്ടെ, ഇപ്പൊ ഞങ്ങളുടെ കയ്യിലാണ് ആളിരിക്കുന്നത്. ഞങ്ങൾ അയാളായിട്ട് കൃത്യമായിട്ട് ചോദിക്കട്ടെ, ആൾക്ക് എന്ത് പറ്റിയെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കട്ടെ. എന്നാ നിങ്ങൾ എല്ലാവരുടെയും ചേർത്ത് ഇരുത്തി നമുക്ക് സംസാരിക്കാനുള്ളതല്ലോ. ഞാൻ കൃത്യമായി പറഞ്ഞു. എന്റെ കൂടെ പുറത്തേക്ക് വരെ ആള് ഞങ്ങളുടെ കയ്യിലാണല്ലോ. അപ്പൊ ഞങ്ങളുടെ കയ്യിലല്ലേ ഉത്തരവാദിത്വം. ആള് ഞങ്ങളുടെ കയ്യിലാകുമ്പോ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു. സാറേ നമുക്കൊരു ഇതുണ്ടാവല്ലോ സാറേ. നിങ്ങൾക്ക് ആ ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സാറേ ആളെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണം. എന്താ നിങ്ങളുടെ പോലീസുകാരുടെ അടുത്തല്ലേ ആ വ്യക്തി ഇരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടി സാറേ. ഞങ്ങൾ ആളെ എന്ത് ചെയ്യാനാണ്? ചോദ്യം ചോദിക്കാനല്ലേ കൊണ്ടുവന്നത്. എന്ത് പറ്റിയെന്ന് അറിയണ്ടേ? ആള് അവിടെ ബോധം കെട്ട് കിടക്കായിരുന്നില്ലേ? ഓക്കെ, നിങ്ങൾ അതിനനുസരിച്ച് ചിന്തിച്ച് ചെയ്യും.